വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയ നടൻ ഷൈൻ ടോം ചാക്കോ. ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കും നടി പരാതി നൽകി. വിൻസിയുടെ വെളിപ്പെടുത്തലിൽ എക്സൈസ് കൂടുതൽ വിവരങ്ങൾ തേടും. തെളിവുകൾ ലഭിച്ചാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും എക്സൈസ് പറയുന്നു. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, കഴിഞ്ഞ ദിവസമാണ് നടി വിൻസി അലോഷ്യസ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമ സെറ്റിൽ മോശം അനുഭവം ഉണ്ടായി. ആ നടൻ ഏതാണെന്നുള്ളൊരു പേരാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയാണ് ആ ഒരു മോശം അനുഭവം ഉണ്ടാക്കിയ നടൻ എന്നാണ് വിൻസി അലോഷ്യസ് ഇപ്പോൾ ഫിലിം ചേംബറിനടക്കം രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് വിൻസി സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നത്. ഒരു കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകനായ ഒരു നടൻ മോശമായി പെരുമാറി, ലഹരി ഉപയോഗിക്കുന്നത് കണ്ടു എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ, ഗുരുതര ആരോപണങ്ങളാണ് വിൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കൂടെ അഭിനയിച്ച സഹപ്രവർത്തകനായ നടൻ ലഹരി ഉപയോഗിച്ച് തന്റെ അടുത്തും തന്റെ സഹപ്രവർത്തകയോടും മോശമായി പെരുമാറി. അതോടൊപ്പം തന്നെ സിനിമ സെറ്റിൽ വരെ ലഹരി ഉപയോഗിക്കുന്നത് താൻ കണ്ടു എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ വിൻസി ഉന്നയിച്ചിരുന്നു. എന്നാലും വിൻസിയുടെ ആരോപണത്തിൽ ഇപ്പോൾ എക്സൈസ് വിവരം തേടിയിട്ടുണ്ട്. അതായത് വിൻസി അലോഷ്യസിൽ നിന്ന് എക്സൈസ് വിവരശേഖരണം നടത്തും എന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിലിം ചേംബറിനടക്കം വിൻസി പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ട്. എന്തായാലും സഹതാരത്തിന്റെ പേര് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല. കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ രേഖാമൂലമുള്ള പരാതി അടക്കം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഈ ഒരു സിനിമ മേഖലയിൽ തന്നെ ഒരുപാട് പേർ ഇക്കാര്യത്തിൽ ഈ വെളിപ്പെടുത്തലുകളുമായി, അല്ലെങ്കിൽ വിൻസി ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി എല്ലാം തന്നെ വന്നിരുന്നു. വളരെ നന്നായി എന്ന് പറഞ്ഞ് മാല പാർവതി അടക്കം രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെല്ലാം പുറകെ തന്നെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ രീതിയിൽ തന്നെ എടുക്കും എന്നുള്ളൊരു കാര്യം അന്ന് തന്നെ വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് കുറെ കാലം മുൻപ് നിർമ്മാതാക്കൾ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു ഊട്ടിയുറപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിൻസിയുടെ ഈ ഒരു ആരോപണവും വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള നടപടികൾ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കേസ് ഉണ്ടാകും എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട്. എക്സൈസ് കൂടുതൽ വിവരങ്ങൾ തേടും എന്നുള്ള ഒരു കാര്യവും അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിൻസി ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, ഒരിക്കലും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിൽ വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് തന്നെയാണ് കടക്കുന്നുണ്ടായിരിക്കുക. എന്തായാലും എക്സൈസ് ഇപ്പോൾ വിവരശേഖരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിലിം ചേംബറും ഈ ഒരു ആരോപണത്തിന് പിന്നാലെ വിൻസിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആതിര, അതുപോലെ തന്നെ പോലീസ് എന്ത് നടപടി എടുക്കുന്നു, എക്സൈസ് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സൂത്രവാക്യം എന്ന സിനിമാ സെറ്റിലാണ് നടി വിൻസിക്ക് ഇത്തരത്തിലൊരു മോശം പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ്. അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലാണ് ഇങ്ങനെ ഒരു അനുഭവം വിൻസിക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെയാണ് വിൻസി അക്കാര്യം പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വിൻസിയുടെ ആ ഒരു വീഡിയോ വളരെയധികം പ്രചരിച്ചിരുന്നു. ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ സിനിമാ മേഖലയിലുള്ളവരെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം നേരത്തെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ പുറകെ തന്നെ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്തായാലും എക്സൈസ് ഈ കാര്യത്തിൽ കൂടുതൽ വിവരശേഖരണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എക്സൈസിന് രേഖാമൂലമുള്ള ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഫിലിം ചേംബറിനാണ് ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിൽ എന്തായാലും അന്വേഷണം ഉണ്ടാകും. ഒപ്പം തന്നെ എക്സൈസും ഇക്കാര്യത്തിൽ നടപടിയെടുക്കും. കാരണം ഫിലിം സെറ്റുകളിലെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ തുടങ്ങിയ പ്രവണതകൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അന്ന് എല്ലാവരും നിർമ്മാതാക്കളടക്കം തന്നെ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വന്നിരുന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഉടനെ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആതിര, അന്വേഷണ സംഘത്തിന് നടൻ ഷൈൻ ടോം ചാക്കോയെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അന്വേഷണ സംഘം ഈ ഒരു സംഭവത്തിൽ എന്താണ് കൂടുതൽ വ്യക്തമാക്കുന്നത്? വിജിത,
അതിൽ അന്വേഷണ സംഘത്തിന് ഷൈൻ ടോം ചാക്കോയെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു പരാതി വന്നതിനെ തുടർന്ന് അന്വേഷണം ഉറപ്പാക്കും എന്നുള്ളൊരു കാര്യം സംശയമില്ലാത്തതാണ്. കാരണം ഷൈൻ ടോം ചാക്കോക്കെതിരെയാണ് ഈ പരാതി എന്ന് കുറച്ച് സമയത്തിന് മുൻപാണ് ഷൈൻ ടോം ചാക്കോയാണ് ആ ഒരു അപമര്യാദയായി പെരുമാറിയ നടൻ എന്നുള്ള കാര്യത്തിൽ വിൻസി വെളിപ്പെടുത്തലുമായി തന്നെ വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം ഇനി ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെടും. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമാ സെറ്റുകളിലൊക്കെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണവുമായി ബന്ധപ്പെട്ട് നിരവധി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സിനിമാ സെറ്റിലാണ് നടിക്ക് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടാകുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ഒരു സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരുപാടധികം ഈ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ രംഗത്ത് വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ പുറകിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിനെ തുടർന്ന് തന്നെ ഒരുപാടധികം ആളുകൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചും ഇക്കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ സൂചിപ്പിച്ചിരുന്നു. അതിനെല്ലാം പിന്നാലെയാണ് നിർമ്മാതാക്കൾ അടക്കം ഈ ഒരു ലഹരി ഉപയോഗത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ഉണ്ടായത്. എന്തായാലും വീണ്ടും ഇത്തരത്തിലൊരു സിനിമാ സെറ്റിൽ തന്നെ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിലാണ് ഇത്തരത്തിലൊരു പരാമർശം ആദ്യം വിൻസി ഉന്നയിച്ചത്. എന്നാൽ ആ ഒരു പരാമർശത്തിന് പുറകെ തന്നെ സിനിമാ മേഖലയിലുള്ളവരെല്ലാം തന്നെ ഇക്കാര്യം വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ സീരിയസ് ആയി അക്കാര്യത്തിൽ ഗുരുതരമായ ഒരു ആരോപണമായി തന്നെ എടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. ഈ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം തുടർന്നാണ് ഇപ്പോൾ എക്സൈസ് വിവരശേഖരണം നടത്തും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള, സ്ത്രീകൾ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം, ലഹരി എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്ന ഈ ഒരു സിനിമാ മേഖലയിൽ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ ഒരു പ്രശ്നം രൂക്ഷമാവുകയാണ് എന്നുള്ള കാര്യത്തിന് വീണ്ടും ഉറപ്പ് നൽകുന്ന വിധത്തിലുള്ള തെളിവുകൾ തന്നെയാണ് വിൻസിയുടെ ഈ ഒരു ആരോപണത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തിലൂടെ വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും എക്സൈസും പോലീസും എല്ലാം കടക്കും. സിനിമാ മേഖലയിലുള്ളവർ ഇത് വലിയ രീതിയിൽ തന്നെ ഇക്കാര്യത്തിൽ നടപടി എടുക്കും എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഉറപ്പാണ്. കാരണം ഫിലിം ചേംബർ അടക്കം കുറച്ച് മുൻപാണ് വിൻസിക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയത്. എന്തായാലും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആതിര, തീർച്ചയായിട്ടും വിജിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗരവതരമായ വിഷയത്തിൽ താരസംഘടനയായ അമ്മയടക്കം എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അമ്മ കുറച്ചു മുൻപാണ് വിൻസിയുടെ ഈ ഒരു ആരോപണത്തിന് പിന്നാലെയാണ് അമ്മ ഇക്കാര്യത്തിൽ പരാതി ഈ ഒരു നടന്റെ പേര് വെളിപ്പെടുത്തും എന്നുള്ളൊരു കാര്യവുമായി വിശദീകരണവുമായി എല്ലാം അമ്മ രംഗത്ത് വന്നിരുന്നു. എന്തായാലും അക്കാര്യത്തിലെല്ലാം തന്നെ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ അമ്മയുടെ ഒരു പിന്തുണ എത്രത്തോളമാണ് എന്നുള്ള കാര്യം എല്ലാം തന്നെ നമുക്ക് പിന്തുണയുണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഉറപ്പായും അന്വേഷണം നടത്തും എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയത്തിനകം തന്നെ നടപടിക്രമങ്ങളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും ഈ ഒരു കേസിനെ എടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള നടപടിയാണ് ഈ ഒരു കാര്യത്തിൽ എടുക്കുക പോലീസും എക്സൈസും എന്നുള്ള കാര്യമെല്ലാം തന്നെ വ്യക്തമാകും. ആതിര, തുടരുക. ഇപ്പോൾ മാല പാർവതി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി മാല പാർവതി, കഴിഞ്ഞ ദിവസമാണ് വിൻസി അലോഷ്യസ് ഇത്തരത്തിലൊരു മോശം പെരുമാറ്റം ഉണ്ടായി എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിലടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ നടന്റെ പേര് വ്യക്തമാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? വിൻസി പേര് പറയാൻ തയ്യാറായത് നന്നായി. കാരണം ഒരുപാട് അഭ്യൂഹങ്ങൾ ആരാണ്, എന്താണ്, ഏതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു. അപ്പം അവരുടെ കൂടെ അഭിനയിച്ച പലരും സംശയത്തിന്റെ നിഴലിലാവുമല്ലോ. ഒന്നാമത് സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടില്ല, പോസ്റ്റർ മാത്രമേ വന്നുള്ളൂ. അപ്പൊ ആർക്കും അറിഞ്ഞും കൂടാ. എന്നാലും പറഞ്ഞത് നന്നായി. ഒന്ന്, രണ്ടാമത് അവരുടെ നടന്ന കാര്യങ്ങളിൽ ICC ഇപ്പൊ എല്ലാ സെറ്റുകളിലും ഉണ്ട്. ICCയിൽ പരാതി കൊടുത്തിട്ടുണ്ടാവണം. അത് വളരെ ഗൗരവമായിട്ടാണ് SIT ആയാലും WDC ആണെങ്കിലും ഒക്കെ കാണുന്നത്. അതിന് പ്രത്യേക ചുമതലയുള്ള IAS ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. അവര് വളരെ ഗൗരവമായിട്ട് കേസ് കാണും. ഇത് പിന്നെ സമൂഹത്തിന് തന്നെ ഒരു എന്താ ഒരു
ഇങ്ങനെ ഉടുത്താ പഞ്ചാബ് പോലെ, ഇങ്ങനെ ഉടുത്താ കേരളം പോലെ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഉടുത്താ കേരളം എന്ന് പറയുന്ന ഭയങ്കര ഡ്രഗ് അബ്യൂസ് കൂടി വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നല്ല ഒരു സന്ദേശം കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ഗൗരവതരമായ പ്രശ്നം തന്നെയാണ്. ഇനി താരസംഘടനയായ അമ്മയടക്കം എന്ത് നിലപാടാണ് സ്വീകരിക്കുക? ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ തന്നെയുണ്ട്. അമ്മയൊക്കെ ഇന്നലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് വിൻസിയോടൊപ്പം നിൽക്കുകയാണെന്ന് പറഞ്ഞ് പ്രതികരിച്ചിരുന്നു. അങ്ങനെ അല്ലാതെ അതിന് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാല് നിയമം വളരെ ശക്തമായില്ലേ, പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പൊ നിയമം തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരാൻ വഴിയില്ല. ആ കുട്ടി പറഞ്ഞ പരാതിക്ക് ഗൗരവമായിട്ട് തന്നെ ആൾക്കാർ കാണും. ഇപ്പൊ ICC ഉണ്ട്, ചേംബറിലൊക്കെ ആക്ട് ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായും ഇത്തരത്തിൽ സിനിമാ സെറ്റുകളിൽ ഉണ്ടാകുന്ന ഈ മോശം അനുഭവം, ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാതിരിക്കാൻ ഏത് തരത്തിലുള്ള നടപടികളാണ് ഇനി സ്വീകരിക്കേണ്ടത്? അത് അറിയില്ല, അത് ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ സിനിമ അഭിനയിക്കുമ്പോഴേ നമ്മൾ കുറച്ച് സീനിയേഴ്സ് ആയതുകൊണ്ട് നമ്മളിപ്പോ ഒന്നും ഇങ്ങനെ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും പറയുമോ അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ കുറെ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇങ്ങനെ ഒന്നും ഷൈൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ല, മനസ്സിലായോ? നമ്മൾ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ളവരെ ഭയങ്കര കാര്യമായിട്ടായിരിക്കും പെരുമാറുന്നത് നമ്മുടെ അടുത്ത്. അപ്പം നമുക്ക് പിള്ളേർക്കല്ലേ ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ വിൻസിയുടെ അനുഭവം എന്താണോ അത് വിൻസി പറഞ്ഞു. അതിന് ഗവൺമെന്റിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. നന്ദി ശ്രീമതി മാല പാർവതി. വിജിത ചേരുന്നുണ്ട്. വിജിത, ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കുമാണ് ഇപ്പോൾ നടി പരാതി നൽകിയിരിക്കുന്നത്. വിൻസിയുടെ വെളിപ്പെടുത്തലിന് എക്സൈസ് കൂടുതൽ വിവരണം തേടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ വിൻസിയുടെ ഗുരുതര വെളിപ്പെടുത്തലാണ് വിൻസി നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എക്സൈസ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു വെളിപ്പെടുത്തലിൽ കൂടുതൽ എന്താണ് വിൻസി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു, അതിൽ കൂടുതൽ എന്താണ് സത്യം എന്താണ് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വിശദീകരണം എക്സൈസ് തേടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ താരസംഘടനയായ അമ്മയും ഇക്കാര്യത്തിൽ പിന്തുണ നൽകും എന്നുള്ളൊരു കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ മാലാ പാർവതിയും അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വിൻസിക്ക് ഫിലിം ചേംബർ അടക്കം തന്നെ പിന്തുണ നൽകി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പിന്തുണയിൽ തന്നെ ഈ ഒരു കേസിൽ ഗുരുതരമായി ഈ കേസ് കണ്ടുകൊണ്ട് തന്നെ നടപടി എടുക്കും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഒരുപാടധികം കേസുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടെല്ലാം തന്നെ ഈ ഒരു ലഹരി കേസുകളിലെല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഈ ഒരു നടന്റെ സാന്നിധ്യം പല കേസുകളിലും കോടതിയടക്കം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അക്കാര്യത്തിലെല്ലാം തന്നെ ഗുരുതര ആരോപണങ്ങൾ ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ. എന്തായാലും ഈ കേസിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കും, കൃത്യമായിട്ടുള്ള നടപടി എടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും പറയുന്നത്. എക്സൈസും കൂടുതൽ വിവരങ്ങൾ തേടും എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത്. ആതിര, തന്നെ തെളിവുകൾ ലഭിച്ചാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ അന്വേഷണ സംഘത്തിന് നടൻ ഷൈൻ ടോം ചാക്കോയെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ വിൻസി പരാതി നൽകിയിരിക്കുന്നത് ഫിലിം ചേംബറിനാണ്. ഫിലിം ചേംബറിനും ആണ് പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ ഒരു അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണം ഇനി കൂടുതൽ ഷൈൻ ടോം ചാക്കോയിലേക്ക് വൈകാതെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യവും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോലീസും ഈ പറഞ്ഞതുപോലെ എക്സൈസും കടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് തന്നെ ഈ ഒരു കേസിൽ എങ്ങനെയാണ് നടപടികൾ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വിശദമായിട്ട് എന്താണ് ഈ ഒരു കേസിൽ നടപടി എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. വിജിത, തുടരുക. ഇപ്പോൾ സജിത മഠത്തിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി സജിത മഠത്തിൽ, നടി വിൻസി അലോഷ്യസിന്റെ ഈ വെളിപ്പെടുത്തൽ, നടൻ ഷൈൻ ടോം ചാക്കോയാണ് തന്നോട് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയത് എന്നുള്ള വെളിപ്പെടുത്തൽ രേഖാമൂലം ഫിലിം ചേംബറിനടക്കം പരാതി നൽകിയിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഫിലിം ചേംബറിന്റെ കീഴിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിക്കും അതേപോലെ തന്നെ
പിന്നെ അതാത് പ്രൊഡക്ഷനിലുള്ള IC ഉണ്ടാവുമല്ലോ, ICക്കുമാണ് പരാതി കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം മറ്റ് ഏതെല്ലാം ഓർഗനൈസേഷന് പരാതി കൊടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ICക്കും മോണിറ്ററിംഗ് കമ്മിറ്റിക്കും നിർബന്ധമായും പരാതി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് അവരോട് നേരിട്ട് സംസാരിച്ചപ്പം ഞാനടക്കമുള്ള എല്ലാവരും മോണിറ്ററിംഗ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പറയുകയുണ്ടായി. കാരണം ICയിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു. പക്ഷെ IC മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും യഥാർത്ഥത്തിൽ അവർക്ക് അറിയില്ലായിരുന്നു. മിൻസിക്ക് IC അവിടെ ഉള്ളതുപോലും അറിയില്ലായിരുന്നു എന്നാണ് ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് അവരുടെ ലിസ്റ്റൊക്കെ എടുത്ത് അവരോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും അവള് അത് പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവള് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഇതിൽ രണ്ട് വശങ്ങളാണുള്ളത്. ഒന്ന് ലഹരി ഉപയോഗം, മറ്റൊന്ന് ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത് മോശമായി പെരുമാറി എന്നുള്ള കാര്യമാണ്. അതും സിനിമാ സെറ്റിലാണ്. ഈ സിനിമാ സെറ്റിലൊക്കെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു നടി തന്നെ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത്. എന്താ വെച്ചാല് ഈ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളിതൊരു പുതിയ കാര്യം പോലെയാണ് കേൾക്കുന്നത്. ഇത് പുതിയ കാര്യമല്ല. ഇത്തരം കാര്യങ്ങൾ സെറ്റിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ധൈര്യത്തോടു കൂടി ഒരു പെൺകുട്ടി വന്ന് അത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് യഥാർത്ഥത്തിൽ സെറ്റിൽ തന്നെയുള്ള ICയുടെ അടുത്ത് സംസാരിച്ച് പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. അവിടെ തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു IC ഉള്ള കാര്യം അന്ന് വിൻസിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് വിൻസി ഇത് പുറത്ത് സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു IC ഉണ്ട് എന്നുള്ള കാര്യം നമ്മളത് അറിഞ്ഞ് അവളോട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള IC ഉള്ള കാര്യമുള്ളതും അതേപോലെ മോണിറ്ററിംഗ് കമ്മിറ്റി കാര്യം പോലും മിൻസി അറിയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇത് ആദ്യമായി സംഭവിക്കുന്നു എന്ന് ധരിക്കരുത്. ഇത് കണ്ടിന്യൂസ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് എവിടെ കംപ്ലൈന്റ് കൊടുക്കണം, ആരെടുത്ത് പറയാൻ പറ്റും, പലപ്പോഴും അവനവന്റെ തൊഴിലിനെയൊക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാവും എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് പല പെൺകുട്ടികളും പറയാതിരിക്കുന്നത്. അതിനായിരുന്നു ICയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. എനിവേ മിൻസി അത് പുറത്താണ് ആദ്യം പറഞ്ഞത്. കാരണം മിൻസിക്ക് ICയെ കുറിച്ച് അറിയില്ലായിരുന്നു, അവിടെ IC ഉള്ളതും അറിയില്ലായിരുന്നു. എനിവേ അവളത് പുറത്ത് ഒരു പൊതുവായിട്ടുള്ള ഒരു മീറ്റിംഗിൽ വെച്ച് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യം നടന്നതായി മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഈ അടുത്ത പ്രൊസീജിയറിലേക്കൊക്കെ അവൾ നീങ്ങിയിട്ടുണ്ടായത്. ഇനി അതിലൊരു ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഇത്തരം കാര്യങ്ങളെ ഒന്ന് കണ്ണ് തുറന്ന് കാണാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രി തയ്യാറാവും എന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നു. അതേപോലെ ഗവൺമെന്റിന്റെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ഈ ലഹരി ഉപയോഗത്തിനെതിരെ ഉണ്ടാവേണ്ടതുണ്ട്. അത് തെറ്റ് ഒരു സ്ത്രീകൾക്ക് സമാധാനത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഇടമായി മാറ്റാനുള്ള പണിയിൽ ഗവൺമെന്റിന് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും, സംഘടനകളെ പോലെ തന്നെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും സൂത്രവാക്യം എന്ന ഒരു സിനിമാ സെറ്റിൽ വെച്ചാണ് നടി വിൻസി അലോഷ്യസിന് ഇത്തരത്തിലൊരു മോശമായ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാതിരിക്കാൻ ഏത് തരത്തിലുള്ള നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഓൾറെഡി ഇത്തരം നടപടികൾ IC എന്ന് പറയുന്ന സംഗതി പ്രൊഡക്ഷനിൽ ഉണ്ട്. ഓൾറെഡി ഗവൺമെന്റ് WCC ലീഗൽ ഫൈറ്റ് നടത്തി ഹൈക്കോടതി പിന്നെ ഓർഡർ ഇറക്കിയ കാര്യമാണ് IC വേണമെന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് വനിതാ കമ്മീഷന്റെ കീഴില്, വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു ചേംബറിന്റെ കീഴിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയത്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ IC ഉണ്ട് എന്നുള്ള കാര്യം അതിലെ പ്രധാനപ്പെട്ട നടിക്ക് പോലും അറിയാൻ സാധിച്ചില്ല എന്നുള്ളിടത്താണ് ഒരു പ്രശ്നം കിടക്കുന്നത്. ഇത് പരിഹരിക്കാനുള്ള കാര്യം ഓൾറെഡി ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം കൃത്യമായിട്ട് നടന്നു പോകാനുള്ള പണികളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി ശ്രീമതി സജിത മഠത്തിൽ. അഭിനേത്രി സജിത മഠത്തിലാണ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. വിജിത ചേരുന്നുണ്ട്. വിജിത, ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘം ഇനി കൂടുതൽ ഈ ഒരു കാര്യത്തിൽ നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ നടപടികളിലേക്ക് ഈ ഒരു കേസിൽ കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെയും തീരുമാനം. കാരണം സിനിമാ മേഖലയിലുള്ളവരെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ വിൻസിക്ക് പിന്തുണയുമായി തന്നെയാണ് നിലവിൽ രംഗത്തുള്ളത്. ഈ പറഞ്ഞതുപോലെ അമ്മയാണെങ്കിലും അതോടൊപ്പം തന്നെ ഫിലിം ചേംബർ ആണെങ്കിലും എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ പിന്തുണ നൽകും എന്നുള്ള കാര്യത്തിൽ, ഫിലിം ചേംബർ ഇക്കാര്യത്തിൽ പിന്തുണ നൽകും എന്നുള്ള കാര്യത്തിൽ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണ സംഘവും കൂടുതൽ നടപടികൾ
നടപടികളിലേക്ക് തന്നെ കിടക്കും. വൈകാതെ തന്നെ വിൻസിയുടെ ഈ ഒരു പരാതിയിൽ എക്സൈസും കൂടുതൽ വിശദാംശങ്ങൾ തേടുന്ന രീതിയിലേക്ക് തന്നെ എത്തും. വൈകാതെ തന്നെ ഈ ഒരു കാര്യത്തിൽ എക്സൈസ് ചോദ്യം ചെയ്യുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. വിൻസിയുടെ ഈ ഒരു പരാതിയിൽ എന്തായാലും വിശദാംശങ്ങൾ അന്വേഷിക്കുമെന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ഈ ഒരു ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനെതിരെ കൂടുതൽ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം പരാതികൾ കിടക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസ് കൂടി വരുമ്പോൾ അത് ശക്തമായി തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ആതിര, തീർച്ചയായിട്ടും നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി കേസുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നടി വിൻസി അലോഷ്യസിന്റെ ഈ വെളിപ്പെടുത്തലിൽ നടിയെ പിന്തുണച്ച നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ തുറന്നു പറച്ചിൽ അഭിനന്ദനം അടക്കം അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. വിജിത, കാരണം സിനിമാ സെറ്റുകളിൽ ഒരുപാടധികം ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് പലരും പേര് വെളിപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു പരാതിയിലേക്ക് തൊട്ടും തൊടാതെയും പോകുന്ന പരാതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു അമ്മ ഈ ഒരു കേസിൽ തന്നെ അമ്മയിൽ നിന്നും ഒരുപാട് പേര് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും ആര് എന്ത് എന്നുള്ള കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് പോലും ഇത്തരത്തിൽ ധൈര്യമായി മുന്നോട്ട് വന്ന് ഈ ഒരു കാര്യം വെളിപ്പെടുത്താൻ കഴിയാതെ പോയ ഒരുപാട് പേരുണ്ട്. പലരും പേരൊന്നും പറയാതെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അധികം കാര്യങ്ങളൊന്നും പറയാതെ ഒരുപാട് കേസുകൾ വരുന്ന സമയത്ത് കാര്യങ്ങളൊന്നും പറയാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കണ്ടുവന്നിരുന്നത്. അതിൽ നിന്നും വിൻസി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ ഒരു തുറന്നു പറച്ചിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് വലിയ രീതിയിലുള്ള അഭിനന്ദനം തന്നെയാണ് കിട്ടിവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിൻസി ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ഒന്നാകം ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് പേരില്ലേ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആരാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത പറയാൻ കഴിയില്ലേ. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഇപ്പൊ ഈ സിനിമയിലാണെങ്കിൽ പോലും കൂടെ സഹപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരിലേക്ക് ആ ഒരു ചോദ്യം എത്താം എന്നുള്ള കാര്യം അടക്കം ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദമായിട്ടടക്കം ഇത് മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു പേര് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള അഭിനന്ദനം തന്നെയാണ് ഈ ഒരു നടിക്ക് ലഭിക്കുന്നതും. കാരണം ഇത്തരത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു ഈ ഒരു പെൺകുട്ടി എന്നുള്ളൊരു കാര്യം തന്നെയാണ് മാല പാർവതിയും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ വിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു കാര്യത്തോട് വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. സിനിമാ സെറ്റുകളിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പുറം ലോകത്തോട് വിളിച്ചു പറയാൻ, അല്ലെങ്കിൽ ഒരു കരിയറിൽ നിൽക്കുന്ന ഈ ഒരു സിനിമ എന്ന് പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന ഈ അനിശ്ചിതത്വങ്ങളെല്ലാം തന്നെ പുറത്തോട്ട് വിളിച്ചു പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യത്തിന് തന്നെയാണ് ആദ്യം കൈയടി കൊടുക്കേണ്ടത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും അന്വേഷണ സംഘവും എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ആതിര, തീർച്ചയായും തെളിവുകൾ ലഭിച്ചാൽ എന്തായിരിക്കും തുടർ നടപടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതുപോലെ തന്നെ താരസംഘടനയായ അമ്മയടക്കം എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നുള്ളതൊക്കെ ഇനി നിർണായകമാണ്.